മോഹൻലാൽ ജീത്തു ജോസഫ് സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ട് ദൃശ്യം 3 വേണ്ടി അടുത്ത വർഷം ഒരുമിക്കുന്നു. ദൃശ്യം 3 തിരക്കഥാ രചനയിലാണ് ജീത്തു ജോസഫ്. അടുത്ത വർഷം മധ്യത്തോടെ ചിത്രീകരണം ആരംഭിക്കാനാണ് ഒരുങ്ങുന്നത്. 2026 ചിത്രീകരണം നീളാനും സാധ്യതയുണ്ട്. മോഹൻലാലിനും ജീത്തുവിനും റാം പൂർത്തിയാക്കാനുണ്ട്. റാം ആദ്യ ഭാഗത്തിന് 50 ദിവസത്തെ ചിത്രീകരണം അവശേഷിക്കുന്നുണ്ട്. എന്നാൽ റാം 2 പൂർത്തിയായതാണ്. 82 ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷം റാമിന്റെ തുടർ ചിത്രീകരണത്തിലേക്ക് മോഹൻലാൽ കടക്കും. ഡിസംബറിന് മുമ്പ് റാം പൂർത്തിയാക്കാനാണ് മോഹൻലാലിന്റെ തീരുമാനം. ഡിസംബർ ആദ്യം സത്യനന്ദിക്കാട് ചിത്രത്തിൽ മോഹൻലാലിനെ ജോയിൻ ചെയ്യണം. മോഹൻലാലും ശോഭനയും ഇടവേളയ്ക്ക് ശേഷം ഒരുമിക്കുന്ന താജമൂർത്തി ചിത്രം ക്രിസ്മസ് റിലീസായാണ് പ്ലാൻ ചെയ്യുന്നത്. ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. അതേസമയം ഫഹദ് ഫാസിലുമായി ആദ്യമായി കൈകോർക്കുന്ന ചിത്രമാണ് ജീത്തുവിന്റെ അടുത്ത സംവിധാന സംരംഭം. ജീത്തുവിന്റെ മോഹൻലാൽ ചിത്രം നേരിന് തിരക്കഥ എഴുതിയ ശാന്തി മായാദേവിയുടെ രചനയിലാണ് ഒരുങ്ങുന്നത്. E4 എന്റർടൈൻമെന്റ് ബാനറിൽ മുകേഷ് അർമേറ്റയാണ് നിർമ്മാണം. 2015 റിലീസ് ചെയ്ത മോഹൻലാൽ ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടിക്കൊടുത്തിരുന്നു. മോഹൻലാൽ, മീന, അൻസിബ ഹസൻ, എസ്തർ, കലാഭവൻ ഷാജോൺ എന്നിവരുടെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രത്തിന്റെ ഇതര ഭാഷാ പതിപ്പുകളും പുറത്തിറങ്ങി. എന്നാൽ മലയാളത്തിൽ തന്നെയാണ് വമ്പൻ വിജയം നേടിയത്. 2022 ദൃശ്യം 2 OTT റിലീസായി എത്തിയപ്പോഴും പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി. മൂന്നാം വരവിൽ ജോർജ് കുട്ടിയും കുടുംബവും തിയേറ്ററിലേക്ക് തന്നെ വരികയാണ്. അനുയോജ്യമായ കഥ ലഭിക്കുകയും അത് മോഹൻലാലിന് ഇഷ്ടപ്പെടുകയും മുമ്പോട്ട് പോകാൻ കഴിയുകയും ചെയ്താൽ ദൃശ്യം 3 പ്രതീക്ഷിക്കാമെന്ന് ജീത്തു മുമ്പ് പറഞ്ഞിട്ടുണ്ട്.